കേരളക്കര ഞെട്ടിത്തെറിച്ച ഗുണ്ട കുടിപ്പുകയായിരുന്നു. ആ ദൃശ്യങ്ങളടക്കം നമ്മുടെ മനസ്സിൽ ഇന്നും ഒരു ഓർമ്മയായി തന്നെ കിടപ്പുണ്ട്. ഒരു യുവാവ് കാറുമായി വരുന്നു, ആ കാർ ഇടിച്ച് താഴേക്കിടുന്നു. അതിൽ നിന്ന് എഴുന്നേൽക്കാൻ നിന്ന യുവാവിനെ ഒരു സംഘം വെട്ടിക്കൂട്ടി കൊലപ്പെടുത്തുന്നു. നിസ്സാരം ഗുണ്ട കുടിപ്പുകയുടെ പേരിൽ. എന്തായാലും ആ കേസിൽ 90 ദിവസം തികയും മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. മറ്റു വാർത്തയിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ്. വർക്കലയിൽ അമ്മയ്ക്കും മകനും നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. കണ്ണമ്പൊയ്ക്ക സ്വദേശി ഷീബയും മകനുമാണ് ആക്രമണത്തിനിരയായത്. ഇന്ന് വൈകുന്നേരം വീടിന് സമീപത്തെ കുളക്കടവിലാണ് സംഭവം. വർക്കല പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പറഞ്ഞോ ഞാൻ വല്ലതും പറഞ്ഞോ? എടാ ഇന്നു വൈകുന്നേരം 5:30യോടെയാണ് വീടിന് സമീപത്തെ കുളക്കടവിൽ വെച്ച ഷീബയ്ക്കും കരൾ രോഗിയായ മകനും മർദ്ദനമേറ്റത്. ഷീബയും മകനും കുളത്തിൽ കുളിക്കാനെത്തിയ സമയം രണ്ടംഗ സംഘം കുളക്കടവിൽ മദ്യപിച്ച കിടന്നുറങ്ങുകയായിരുന്നു. കടവിൽ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ടതാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. നമ്മൾ കുളിക്കാൻ വേണ്ടി വന്നപ്പോ അവര് ആ കുളത്തിന്റെ പടി സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പ് കിടന്ന് കള്ളു കുടിച്ചിട്ട് അവരവിടെ കിടക്കായിരുന്നു. നിങ്ങൾ കുളിച്ച് കയറുമ്പോ പെണ്ണുങ്ങൾ കുളിക്കണം എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്കുള്ള കുളമാണ്, മറ്റേ മോളെ എന്നൊക്കെയുള്ള ചീത്ത വിളിയും സംഭാഷണങ്ങളും കാര്യങ്ങളും. ഞങ്ങൾ ആരെ പേടിക്കുന്നത് എന്നൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ. അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതോടെ പ്രകോപിതരായ യുവാക്കൾ മകൻ ഷിജിനെ മർദ്ദിച്ചു. ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ചികിത്സയിൽ കഴിയുകയാണ് ഷിജിൻ. എന്റെ അമ്മ കുളിക്കാൻ വന്നപ്പം അവര് രണ്ടുപേരുണ്ടായിരുന്നു. അവരും കള്ളും കുടിച്ചിട്ട് എന്റെ അമ്മേനെ ചീത്ത വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ അണ്ണ മിണ്ടായി, നിങ്ങൾ ചീത്തൊന്നും വിളിക്കേണ്ടെന്ന് പറഞ്ഞു. അതിനിട്ട് എന്നെയും ചീത്ത വിളിച്ചിട്ട് എന്നെ അടിക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ എല്ലാരെയും വന്ന് വിളിച്ചു. ഒന്നാതെ വയ്യാത്ത ചേട്ടനും കൂടെ അവന്റെ കൈയും കൂടെ പിടിച്ച് തിരിച്ചു. ഇവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി. ഇതോടെ ആക്രമണം നടത്തിയ യുവാക്കൾ ഇരുചക്ര വാഹനത്തിൽ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ് വർക്കല എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ലഹരി മാഫിയയുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.